മദ്യവും മയക്കുമരുന്നൊക്കെ പോലെ നമ്മുടെ ലൈഫിനെ വളരെ നെഗറ്റീവായ രീതിയിൽ ബാധിക്കുന്നൊരു കാര്യമാണ് ടോക്സിക് റിലേഷൻഷിപ്പ്. അതൊരു പ്രണയമാവാം, അല്ലെങ്കിൽ സൗഹൃദമാവാം, എന്താണെങ്കിലും നമ്മുടെ ലൈഫിനെ വളരെ നെഗറ്റീവായ രീതിയിൽ ബാധിക്കുന്ന സൗഹൃദങ്ങളാണ്. സോ എന്തൊക്കെയാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ലക്ഷണങ്ങൾ? നിങ്ങൾക്ക് ഒഴിവാക്കാൻ ടൈമായോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ടോക്സിക് റിലേഷൻഷിപ്പിലെ മെയിൻ ഫാക്ടറാണ് നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ലൈഫിലുള്ള മുഴുവൻ നെഗറ്റീവായ കാര്യങ്ങളും അവർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. പക്ഷേ അയാളുടെ ലൈഫിൽ നല്ല എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് വേറെ ആരോടെങ്കിലും പറയും. നെഗറ്റീവ് ഫുള്ള് നിങ്ങൾ കേൾക്കണം, അവരുടെ എല്ലാ നെഗറ്റീവും നിങ്ങൾ കേൾക്കണം. ഓക്കെ, കുഴപ്പമില്ല, നെഗറ്റീവ് കേൾക്കാം, പക്ഷേ നിങ്ങളുടെ എന്തെങ്കിലും കാര്യം അങ്ങോട്ട് പറയാൻ ചെല്ലുമ്പോഴോ അത് കേൾക്കാൻ അവർക്ക് സമയമില്ല. സോ അതൊരു പ്യുവറായിട്ടുള്ളൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ്. അത്രക്കാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒഴിവാക്കിയോളൂ. വല്ലപ്പോഴും നെഗറ്റീവ് പറയുന്നതൊന്നും കുഴപ്പമില്ല കേട്ടോ, അതൊന്നും ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് കരുതരുത്. ബട്ട് 24 hours നെഗറ്റിവിറ്റി ആണെങ്കിൽ അത് ഒഴിവാക്കേണ്ട ടൈമായി. മറ്റൊരു സിംറ്റമാണ് അവരോട് സംസാരിക്കും നമുക്കൊരു വീർപ്പ് മുട്ടിയ ഫീല്. എങ്ങനെയെങ്കിലും ഈ ചാറ്റോ കോളോ എന്താണെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ച് പോയാൽ മതി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ്, അതും ഒഴിവാക്കിയോളൂ. പിന്നെ മറ്റു ചില ആൾക്കാരുണ്ടാവും ആഴ്ചയിൽ 5 ദിവസവും അടിപിടി, വഴക്ക്, ബ്ലോക്ക്, അങ്ങനത്തെ കാര്യങ്ങളേക്കും. നിരന്തരം ബ്ലോക്കും നിരന്തരം വഴക്കുവാണെങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ്, അത് ഒഴിവാക്കാനുള്ള ടൈമായി. വല്ലപ്പോഴും അടിപിടി കൂടുന്നതൊക്കെ എന്ത് റിലേഷൻഷിപ്പാണെങ്കിലും അതിനെ മോട്ടിവേറ്റ് ചെയ്യാൻ മാത്രം സഹായിക്കും. പക്ഷേ എപ്പോഴും അടിപിടിയാണെങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് തന്നെയാണ്. സോ ഒഴിവാക്കിയോളൂ. പ്രണയത്തിൽ കണ്ടുവരുന്നൊരു പ്രവണതയാണ് നമ്മൾ പ്രണയിക്കുന്ന വ്യക്തിയുടെ പേഴ്സണൽ സ്പേസിൽ കയറി ഇടപെടുക. അവരെന്ത് ഡ്രസ്സ് ധരിക്കണം, അവരെവിടെയൊക്കെ പോകണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാർട്ട്ണർ ഡിസൈഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരും. അതൊരു കൈൻഡ് ഓഫ് ടോക്സിറ്റിവിറ്റിയാണ്. സോ അങ്ങനെയാണ് നിങ്ങളുടെ ലവർ ബിഹേവ് ചെയ്യുന്നതെങ്കിൽ അവരോട് പോയി പണി നോക്കാൻ പറ. കാരണം അവരെ നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ അവരാണ് നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫ് തീർന്നു.